ഗൗതം, നമുക്ക് ആദ്യം തന്നെ ഡോക്ടർ ജി വി ഹരിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? തുടങ്ങാം. സാധാരണ പ്രസന്നവദനാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് സന്തോഷം കൂടിയിട്ടുണ്ട്, സന്തോഷിക്കാൻ വകയുണ്ട്. അതെ, കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷിക്കാൻ വകയൊന്നുമില്ല. അതെ അതെ, കേരളത്തിലുള്ളതുകൊണ്ട് അതെ ആഘോഷിക്കാം അല്ലെ? ഡോക്ടർ ജി വി ഹരി, എന്തായാലും ഞാൻ നേരത്തെ തന്നെ അഭിനന്ദിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു. കാരണം 100+ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത്. 100+ ആയിരിക്കുന്നു. ഇത് UDFൻ്റെ പ്രവർത്തന മികവിന് കിട്ടിയ അംഗീകാരമാണോ, അതോ ഇടതു മുന്നണിയെ, ഈ സർക്കാരിനെ ജനങ്ങൾ ഇത്രകാലം സഹിച്ചു, ഇനി ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല, ഇവരുമായി ഒത്തുചേർന്ന് പോകാനാവില്ല എന്ന് കരുതി തള്ളിയത് കൊണ്ട് മറ്റ് ആശ്രയമൊന്നുമില്ലാതെ UDFിലേക്ക് ഇവർ അഭയം പ്രാപിച്ചതാണോ? എന്താണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ ഒറ്റനോട്ടത്തിൽ കാണുന്നത്? ആദ്യമേ തന്നെ ശ്രീ ഗൗതം, വളരെ നന്ദി അഭിനന്ദനത്തിന്. കേരളത്തിലെ ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ UDFൻ്റെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളെ സഹായിച്ച ജനങ്ങൾക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ 3 ഘടകങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 3 ഘടകങ്ങളാണ് ഈ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. ഒന്ന്, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ആൻറ്റി ഇൻകംബൻസി വളരെ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ 102 എന്ന സംഖ്യയിൽ, ആ 3 അക്ക സംഖ്യയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്കുള്ളൊരു ഫ്രസ്ട്രേഷൻ എന്നുള്ളത്. ആ ഫ്രസ്ട്രേഷൻ്റെ തുടക്കം കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുതൽ ആരംഭിച്ചതാണ്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് പൂർത്തിയായിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തത്, വളരെ ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം ഇത്തവണ UDF കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതിനകത്ത് പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ AICCയുടെ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ KPCCയും ഒക്കെ തന്നെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. കാരണം ഞാൻ അതിൻ്റെ ഭാഗമായി നിന്ന ഒരാളെന്ന നിലയിൽ, അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്പം ധാരണയുള്ള ആളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയം അതിൻ്റെയും കൂടി ഒരു ഘടകമാണ്. മൂന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നല്ല ജനകീയരായിട്ടുള്ള നേതാക്കന്മാരെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ. അത് തിരുവനന്തപുരം മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാട്ടാക്കടയിൽ ശ്രീ MR ബൈജു, ചിറയൻകീഴിൽ രമ്യ ഹരിദാസ്, അതോടൊപ്പം തന്നെ വാമനാപുരത്ത് സുധീർ ഷാ പാലോട്, ആലപ്പുഴയിൽ നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്ത് അവർ പിന്നെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ AD തോമസിൻ്റെ 21,000-ൽ പരം വോട്ടുകൾക്കുള്ള വിജയം, പുതുപ്പള്ളിയിൽ ഒരു തരത്തിലുള്ള പ്രചരണവും ഇല്ലാതെ തന്നെ 50,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള ചാണ്ടി ഉമ്മൻ, അതോടൊപ്പം തന്നെ നമ്മൾ കോട്ടയത്തേക്ക് ചെല്ലുമ്പോൾ പ്രൊഫസർ റോണി കെ ബേബി, അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ സുരേഷ് അടക്കം 100 കണക്കിന് ചെറുപ്പക്കാർ, അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള അഭിനെ പോലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ജനീഷിനെ പോലുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിൻ്റെ മൂന്നാമത്തെ ഘടകമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഈ വലിയ 3 അക്ക സംഖ്യയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രമായിട്ട് അതിനെ ചുരുക്കേണ്ട, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ വിജയം ഞങ്ങൾക്ക് നൽകാനുള്ള കാരണങ്ങളായിട്ട് ഞാൻ വിലയിരുത്തുന്നത്.